നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. IPL ഏതാണ്ട് പകുതി മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞല്ലോ. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ചോദ്യമല്ല, രണ്ട് ചോദ്യം. ഈ IPL ഇതുവരെ കണ്ടിട്ട് ഓവർ പെയ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയ താരമാരാണ്? അണ്ടർ പെയ്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള താരമാരാണ്? കിട്ടുന്ന ക്യാഷിന് അതിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യുന്നയാൾ, വലിയ പണം വാങ്ങിയിട്ട് പുലിയെപ്പോലെ വന്നിട്ട് എലിയെപ്പോലെയായി മാറിയതാര്? ഈ രണ്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, 37 മത്സരങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഒരുപാട് മികച്ച പെർഫോമൻസുകൾ കാണുന്നു. വലിയ തുകക്ക് വന്നിട്ടുള്ള പലരുടെയും മോശം പ്രകടനവും കാണുന്നു. ഇപ്പോൾ CSKയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡാരിൽ മിച്ചൽ 14 കോടിക്ക് വന്നയാളാണ്. അദ്ദേഹത്തിന് അതിനുള്ള പ്രകടനം ഇതുവരെ നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ മാക്സ്വെല്ല് വലിയ പ്രതീക്ഷയോടുകൂടി RCBക്കാർ നോക്കിക്കണ്ട വലിയ പേയ്മെൻ്റ് ഉള്ള താരമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈ സീസണിൽ ഒന്നുമേ ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നു. അതേസമയം പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കളിച്ചിട്ടുള്ള താരങ്ങളുമുണ്ട്. ഇപ്പോൾ ട്രാവിസ് ഹെഡ് ആണെങ്കിലും നമ്മുടെ ഹെൻറിക് ക്ലാസൻ ആണെങ്കിലും ഒക്കെ ആ തരത്തിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒട്ടും പ്രതീക്ഷയില്ലാതെ, അല്ലെങ്കിൽ വലിയ ഹൈപ്പില്ല, പ്രതീക്ഷയില്ല എന്ന് പറയുന്നില്ല, കാരണം താരങ്ങളിൽ IPLിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം താരങ്ങൾ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ വലിയ ഹൈപ്പില്ലാതെ വന്നിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തുന്ന താരങ്ങളിലെ റിങ്കു സിംഗ് നേരത്തെ ചെയ്തിട്ടുള്ള പോലെയുള്ള പ്രകടനങ്ങൾ ഈ സീസണിലെ കാര്യമല്ല പറഞ്ഞത്. എന്നാൽ ഈ സീസണിൽ വലിയ അങ്ങനെയുള്ള താരങ്ങൾ ഇപ്പം ഈവൻ ലേലത്തിൻ്റെ സമയത്ത് ആള് മാറിപ്പോയി എന്ന തരത്തിൽ വാർത്ത വരികയും അവഹേളനകൾ നേരിടുകയും ഫ്രാഞ്ചൈസിക്ക് പിന്നെ ഇല്ല, ഞങ്ങൾക്ക് ആള് മാറിയിട്ടില്ല എന്ന് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന ശശാങ്ക്, അദ്ദേഹത്തിൻ്റെ പ്രകടനം, ശശാങ്ക് സിംഗിൻ്റെ പ്രകടനം, അത് നമ്മൾ കൈയടിക്കേണ്ട ഒന്നാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അണ്ടർ പെയ്ഡ് ആണെന്ന് തന്നെ ഞാൻ പറയും. അദ്ദേഹം മാത്രമല്ലെന്നേ, അവിടെ അശുതോഷ് ശർമ്മയുടെ പ്രകടനം, അങ്ങനെ കുറേ താരങ്ങളുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരവാണ്, ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ IPLിൽ ഏറ്റവും ഓവർ പെയ്ഡ് ആയിട്ട് തോന്നിയ താരം ആരാണ്? ഏറ്റവും അണ്ടർ പെയ്ഡ് ആയിട്ട് തോന്നിയ താരമാണ് ആരാണ്? എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറയാം. ഏറ്റവും ഓവർ പെയ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സംശയമൊന്നും വേണ്ട, മിച്ചൽ സ്റ്റാർക്കിനെ തന്നെയാണ്. സ്റ്റാർക്കിന് 25 കോടി അടുത്ത് തുക വന്ന ഘട്ടത്തിലേ നമ്മൾ അതിനെക്കുറിച്ച് അന്ന് തന്നെ ചെയ്ത വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഇവിടെ വളരെ എക്സ്പെൻസീവ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന്. ലേലത്തിലും എക്സ്പെൻസീവ്, കളിയിലും എക്സ്പെൻസീവ്, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. വേൾഡ് കപ്പ് ഏകദിന വേൾഡ് കപ്പ് എടുത്ത് നോക്കിയാൽ മതി, അത് നമുക്കത് കാണാമായിരുന്നു. നന്നായിട്ട് റണ്ണ് വിട്ടുകൊടുത്തിട്ടുള്ള ആളാണ് വേൾഡ് കപ്പിലും സ്റ്റാർക്ക്. പിന്നെ സെമി ഫൈനലിൽ ബോൾ മൂവ് ചെയ്യുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം തൻ്റെ ടച്ച് പിടിക്കുന്നതും സെമി ഫൈനലിലുമാണ് അദ്ദേഹം നന്നായിട്ട് എറിഞ്ഞു എന്ന് പറയാനുള്ളൂ. ബാക്കി എല്ലാ കളികളിലും അദ്ദേഹം നിർലോഭമായിട്ട് റൺ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ലീക്ക് ചെയ്യുകയായിരുന്നു. ഇത് കളി കണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അന്ന് ആ 1 കോടി തുക അദ്ദേഹത്തിന് വന്നപ്പോൾ, 25 കോടി തുക വന്നപ്പോൾ ഇത് ഓവർ പെയ്ഡ് ആണ് എന്ന് തന്നെ നമ്മൾ അന്ന് വീഡിയോ ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1-2 കളികളിൽ ഒഴികെ ബാക്കി കളികളിലൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അടി കിട്ടുന്നുണ്ട്. 50-ന് മുകളിൽ എത്ര തവണയായി അദ്ദേഹം വിട്ടുകൊടുക്കുന്നു. സോ മിച്ചൽ സ്റ്റാർക്ക് തന്നെയാണ് ഈ IPL ഓവർ പെയ്ഡ് എന്നാണ് ഇതുവരെയുള്ള കളി വെച്ച്. ഇനി മാറാം, നാളെ പെർഫോമൻസ് ഒക്കെ മാറി വരാം. പക്ഷെ ഇതുവരെയുള്ള പ്രകടനം വെച്ച് നമുക്ക് എനിക്ക് പറയാൻ പറ്റുക മിച്ചൽ സ്റ്റാർക്കാണ് ഓവർ പെയ്ഡ്. അണ്ടർ പെയ്ഡ് ആയിട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരാളുടെ പേരാണ് അഭിഷേക് ശർമ്മ. ട്രാവിസ് ഹെഡിനൊപ്പം കട്ടക്ക് നിന്ന് പൊളിച്ചെടുക്കുകയാണ് SRHന്റെ അഭിഷേക്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനത്തിൽ ഇംപ്രസ്ഡായി ട്രാവിസ് ഹെഡ് തന്നെ പറയുകയുണ്ട്, അദ്ദേഹത്തോടൊപ്പം ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഫണ്ണായിട്ടുള്ള കാര്യമാണ്, അത്രയധികം ആസ്വദിച്ചാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന്. അപ്പോൾ ഒരു അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയർ മിന്നുന്ന പ്രകടനം നടത്തുന്നു. തീർച്ചയായിട്ടും അദ്ദേഹമാണ് ഈ IPLിലെ അണ്ടർ പെയ്ഡ് പ്ലെയർ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.